കേരളത്തിലെ ആദ്യത്തെ ഭദ്രകാളി ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ അമ്മ വാഴുന്നത് ക്ഷേത്രം. പിന്നെ എൻ്റെ നാടായ മലബാർ, അവിടെയുള്ള മാടായിക്കാവിലമ്മ. ഈ രണ്ട് ക്ഷേത്രത്തിൽ നിന്നുള്ള ചൈതന്യമാണ് ഇന്ന് കാണുന്ന കേരളത്തിലെ എല്ലാ ഭദ്രകാളി ക്ഷേത്രവും. അതിൽ തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം, എല്ലാം പ്രധാനപ്പെട്ട തന്നെ, പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് വെള്ളയാണി ദേവക്ഷേത്രം. അത് ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളയാണിയിലാണ്, തിരുവനന്തപുരം വെള്ളയാണി ക്ഷേത്രം. അമ്മ വർഷത്തിൽ, അതായത് അമ്മക്ക് മാത്രമാണ് 3 മാസം, വെള്ളയാണി അമ്മക്ക് മാത്രമാണ് 3 മാസത്തെ ഉത്സവമാണ്. അമ്മ ഈ 3 മാസം എന്താ ചെയ്യാന്നറിയോ? ഊര് ചുറ്റാൻ ഇറങ്ങുകയാണ് മക്കളെ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. 3 മാസവും രാവിലെ തൊട്ട് രാത്രി വരെ അമ്മ ഊര് ചുറ്റാൻ ഓരോരോ വീട്ടിലും മക്കളെ കാണാൻ വേണ്ടിയിട്ട് അമ്മ വീട് തോറും പോവുകയാണ്. ഇന്ന് അതുപോലെ നമ്മുടെ ഒരു ഏട്ടൻ്റെ വീട്ടിൽ ഇന്ന് അമ്മ വരികയാണ്. ആ അമ്മയുടെ വരവിനായിട്ട് നമ്മളിവിടെ കാത്തിരിക്കുകയാണ്. ഈ ഊര് ചുറ്റുന്ന കഥ എന്ന് പറഞ്ഞെങ്കിൽ, അമ്മ ദാരികവധത്തിന്, ഈ ഉത്സവം കുടിയേറുമ്പോഴത്തേക്ക് അമ്മ ദാരികവധത്തിന്, അത് ദാരികന അമ്മ എല്ലായിടത്തും ഇങ്ങനെ നോക്കി നടക്കുകയാണ്. ആ നോക്കി നടക്കുന്ന സമയത്ത് അമ്മക്ക് ക്ഷീണമാകുമ്പോഴത്തേക്ക് ഓരോരോ വീട്ടിലും അമ്മക്ക് പറയെടുക്കാനും അവിടെ വിശ്രമിക്കാൻ സ്ഥലം ഒരുക്കി കൊടുത്തിട്ട് ആ മക്കൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, അമ്മയെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. പിന്നെ വെള്ളയാണി അമ്മക്ക് ഒരു കഥയുണ്ട്. എന്താണെന്നറിയോ? ഞാനിവിടുന്ന് കേട്ട ഒരു അമ്മ പറഞ്ഞ് കേട്ട ഒരു കഥയാണ്. പണ്ട് ഈ വെള്ളയാണി പരിസരത്ത് വന്നിട്ട് ഒരു കള്ള് ചെത്താൻ പോകുന്ന ഒരാളുണ്ടായിരുന്നു അത്രേ. അങ്ങേര് എപ്പോഴും ഈ മരത്തിൽ തെങ്ങിൽ വന്നിട്ട് കള്ളും പാനി വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് രാവിലെ വന്നിട്ട് കള്ളെടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് കള്ളുണ്ടാവില്ല. അങ്ങനെ ഇങ്ങനെ ഭയങ്കര വിഷമം. അങ്ങനെ ഒരു ദിവസം ഒളിച്ചിരുന്നിട്ട് ഇത് ആരാ കക്കാൻ വരുന്നതെന്ന് നോക്കിയിട്ട് കാത്തിരുന്നു. അപ്പോഴാണ് കള്ള് കുടിക്കുന്നത് ഒരു തവളയാണെന്ന് കണ്ടത്. ഈ തവള ഈ കള്ളി എത്തുന്ന അങ്ങേരെ കണ്ടിട്ടാകുമ്പോൾ എടുത്ത് പുഴയിലേക്ക് ചാടിയത്രേ. അങ്ങേരെ അതിനെ പോയി ആക്രമിക്കുകയും ഒക്കെ ചെയ്യണം. പിന്നീടാണ് അങ്ങേരെ അറിയണത് അത് അമ്മയായിരുന്നു, വെള്ളയാണി അമ്മയായിരുന്നു എന്നുള്ളത് പിന്നെയാണ് അറിയണത്. അപ്പോൾ വെള്ളയാണി ദേവീക്ഷേത്രത്തിൽ പിന്നെ അതിനകത്തൊരു കലമാൻ്റെ കൊമ്പാണ് അമ്മയുടെ. ഈ ശരിക്കുള്ള വിഗ്രഹം നമ്മുടെ എല്ലായിടത്തും നമ്മൾ ക്ഷേത്രങ്ങളൊക്കെ വിഗ്രഹമല്ല, അങ്ങനെയല്ല, ഒരു കലമാൻ്റെ കൊമ്പാണ്. അപ്പോൾ ഈ ദേവീനെ തവളേന്ന് ആവാഹിച്ചിട്ട് കലമാൻ്റെ കൊമ്പിലേക്ക് ആവാഹിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇരുത്തിയതാണത്രേ. അങ്ങനെ ഒരു കഥയാണ്. അതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, എനിക്ക് അത്രേ അറിയുള്ളൂ. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇവിടെ എല്ലാ ഭദ്രകാളി ക്ഷേത്രത്തിലും വെച്ചിട്ട് അമ്മയുടെ മുടിയാണ് ഏറ്റവും വലിയത്. ഇപ്പം നമ്മുടെ മലബാർ ഭാഗത്തേക്കൊക്കെ മുടി എന്ന് പറയുന്നത് വേറൊരു ഇതാണ്. ഒരു തറവാടെങ്കിലും ഭദ്രകാളി ക്ഷേത്രമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു രീതിയാണ് പൂജയും കാര്യങ്ങളൊക്കെ. പക്ഷേ തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ കണ്ട പ്രത്യേകത എന്താണെന്ന് പറയുക, ഈ മുടിയാണ് വലിയ സ്വർണത്തിൻ്റെ, എന്താ പറയുക, നല്ല ഒരു നാഗത്തിൻ്റെ വലിയ എത്രയോ, അതിനിപ്പോൾ കണ്ട പോലീസ് എക്സ്കോട്ടെല്ലാം ഉണ്ട് അതിന് വേണ്ടിയിട്ട്. പിന്നെ അതിൽ രത്നങ്ങൾ പതിച്ച് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും വലിയ മുടിയാണ് ഇവിടുത്തെ ഈ അമ്മക്കുള്ളത്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതയാണ് ഓരോരോ ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്കും. എന്തായാലും നമുക്ക് ഈ കാഴ്ചകളിലേക്ക് പോവാം. നമ്മളെ വീട്ടിലേക്ക് അമ്മ നമ്മളെ കാണാൻ വരും, നമ്മളെ അമ്മയെ സ്വീകരിക്കുന്ന കാഴ്ചയിലേക്കും എന്തായാലും നമുക്ക് പോവാം.
വേറെ ആൾക്കാർ മേടിച്ചോളൂ. സാറേ മോനോട് പ്രസാദം മേടിക്കാനുള്ളത് മേടിച്ചോളൂ കേട്ടോ. സാർ ഇവിടെ തന്നെ എല്ലാവരും ആയല്ലോ പ്രസാദം. അല്ല ഞാനൊക്കെ പ്രസാദം മേടിക്കാണ്ടോ? എല്ലാവരും ആയല്ലോ. തിരുവനന്തപുരത്തെ 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉത്സവമാണ് വെള്ളയാണി ക്ഷേത്രത്തിൽ വെള്ളയാണി ഭദ്രകാളി അമ്മക്കുള്ള ആ ഉത്സവം. അത് 3 മാസമാണ് നടക്കുന്നത്. 3 മാസത്തിൽ അമ്മ മക്കളുടെ അടുത്തേക്ക് ഊര് ചുറ്റുന്നത് ഓരോരോ മക്കളെ വീട്ടിലേക്കും അമ്മ മക്കളെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അമ്മക്ക് പ്രധാനം, ഞാനൊരു കള്ളിൻ്റെ ഒരു ചരിത്രം പറഞ്ഞു. കള്ളി എത്താൻ വന്നവനാ തവള വന്നിട്ട് കള്ള് കുടിക്കുന്ന ആ ഒരു കഥ പറഞ്ഞില്ല. അപ്പോൾ അമ്മക്ക് എപ്പോഴും നമ്മൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പൂജ എന്താണെന്നറിയോ? മധുപൂജ അല്ലേ? മധുപൂജയാണ്. നമ്മൾ അവിടെ കള്ള് നേദിക്കും. ആ കള്ള് പ്രസാദമായിട്ട് നമുക്ക് തിരിച്ച് തരുവാണ്. അതിൻ്റെ ഇടയിൽ നമുക്കിപ്പോൾ ഉത്സവം കൂടിയിട്ട് എനിക്ക് അമ്മേനെ ഇങ്ങോട്ട് കാണാൻ വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് യാദൃച്ഛികമായിട്ട് നമ്മളൊരു കുടുംബ വീട്ടിൽ ഇന്ന് അവസാന ദിവസമാണ് അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നത് അറിഞ്ഞിട്ട് നമ്മൾ കാണാൻ വരികയാണ്.
ഇതേപോലെ തന്നെ ഞാനൊരു യാത്ര ഇങ്ങനെ ഒരു കാര്യത്തിന് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉത്സവത്തിന് മുന്നേ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അമ്മേനെ കാണാൻ വന്നു. പോകുന്ന വഴി അമ്മയുടെ അടുത്ത് കയറി ഞാൻ ഈ മധുപൂജ അമ്മക്ക് ചെയ്യും. എൻ്റെ ആ ഒരു ആഗ്രഹം ഇങ്ങനെ കാര്യസാധ്യം അതിങ്ങനെ അടുത്തടുത്ത് വരികയാണ്. അപ്പോൾ അത് തന്നെയാണ് ഉറച്ച തീരുമാനമാണ്. അമ്മയോട് നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നോ എന്ത് പറയുന്നോ അത് അമ്മ നടത്തിത്തരും എന്നുള്ളത്. ഈ നാട്ടിലൊരു ഉത്സവമാണ്. ഈ 3 മാസം വെള്ളയാണി ദേവീക്ഷേത്രത്തിൽ ഉത്സവം കുടിയേറുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് അമ്പലത്തിൻ്റെ മാത്രം ഉത്സവമല്ല. ഇവിടുത്തെ ഓരോ നാട്ടുകാരുടെയും അവരവരുടെ വീട് പെയിൻ്റ് അടിക്കുക, ക്ലീനാക്കുന്നത് തൊട്ടിട്ട് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കുക, വീട് അലങ്കരിക്കുക, ഭയങ്കര ഒരു ആഘോഷം തന്നെയാണ്.